അനൂപ് ദാസിനൊപ്പം ശ്രീ കൃഷ്ണകുമാർ കൂടിയുണ്ട്. അനൂപേ, ചർച്ചകളൊക്കെ കഴിഞ്ഞ് നേതാക്കൾ പുറത്തു വരികയാണോ? ഒരു പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കണോ? നിമിഷം അങ്ങനെയല്ല, ഇത് കൂടുതൽ ചർച്ചയ്ക്കായി സി കൃഷ്ണകുമാർ അകത്തേക്ക് പോവാണല്ലേ മുരളീധരന്റെ വീട്ടിലേക്ക്? അല്ല, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെയുണ്ട്. മുരളീധരൻ മിനിസ്റ്ററുടെ കൂടെ ആയിരുന്നു ഭക്ഷണമെല്ലാം. സംസ്ഥാന അധ്യക്ഷനടക്കം ഇവിടെയുണ്ട്. അപ്പോൾ പുതിയ സ്ഥാനമേൽക്കാൻ പോകുന്ന മന്ത്രി എല്ലാം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആ സന്തോഷം പങ്കുവയ്ക്കാനായി നല്ല സന്തോഷമുണ്ടല്ലോ. വളരെ സന്തോഷമുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം വലിയ അംഗീകാരമല്ലേ ലഭിച്ചിരിക്കുന്നത്. 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് ലഭിക്കുക. അത് കേന്ദ്ര നേതൃത്വം BJPയുടെ സംസ്ഥാനത്ത് ഉള്ള വിജയത്തിന് സംസ്ഥാന നേതൃത്വം നൽകിയ പ്രകടനത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എനിക്ക് 2 ചോദ്യം കൂടിയുണ്ട്. ആദ്യത്തെ ചോദ്യം, ഈ ജോർജ് കുര്യൻ്റെ ഒരു സ്ഥാനം ലഭിക്കുന്നത് അത് കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇപ്പോൾ ഇത്തവണ കാര്യമായി കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ചിന്തയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ BJPക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ വരുന്നുണ്ട്. അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ BJP പിന്തുണച്ചതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ഒരു കാര്യം കൂടി, ഈ വളരെ പ്രവർത്തന പരിചയമുള്ള മന്ത്രിയാണ് പുറത്തേക്ക് പോകുന്നത് V മുരളീധരൻ. അത് സംഘടനയ്ക്കും ഒക്കെ ദോഷാവോ? തീർച്ചയായിട്ടും ഇല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചോളം സംഘടനാ പ്രവർത്തനത്തിൽ മികവ് തെളിയിച്ച ഒരു പ്രസിഡന്റായിരുന്ന സമയത്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ BJPയുടെ സംഘടനാ പ്രവർത്തനം താഴെ എത്തിച്ചത്. ഈ മന്ത്രിയോടൊന്ന് പറയണം, നമ്മൾ കുറച്ചാൾക്കാർ പുറത്ത് കാത്തുകൊണ്ടൊന്ന് സംസാരിക്കണം. ശരി. അപ്പോൾ നേതാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് V മുരളീധരന്റെ വീട്ടിലേക്ക്. മന്ത്രിയായി പോകുന്ന ജോർജ് അദ്ദേഹം പോയി പറയട്ടെ. നിങ്ങൾ കുറച്ചുപേരെ അവിടെ കാത്തു വെക്കുന്നുണ്ട് അല്ലേ? പ്രതികരണം കിട്ടുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ശരി.